അവന്റെ കഥ കഴിഞ്ഞു. മഞ്ചൽ ഒരുക്കിയിട്ടുണ്ട്. ഉടൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെടും. ഞാൻ കൊട്ടാരത്തിലേക്കില്ല. പിന്നെ ഞാൻ തച്ചോളിലേക്ക് വരികയാണ്. കഴിഞ്ഞതൊക്കെ മറക്കും. മറക്കാനാവാത്ത, മുറിക്കാനരുതാത്ത ചില ബന്ധങ്ങളുണ്ട്. ഉണങ്ങാത്ത മുറിവുകൾ. അന്നടിച്ച കാറ കരളിൽ കൊണ്ടു. ഞാൻ കാത്തിരുന്നു. പക്ഷേ കടത്തനാട്ട കുലമംഗമാർ കലങ്ങരുത്. കർത്തവ്യത്തെ മറന്ന് പരിഭവിക്കുകയുമരുത്. പരിഭവമില്ല, വേദന. വേദന ഊറിക്കൂടിയ ഹൃദയത്തിലെ ആനന്ദം തങ്ങി നിൽക്കൂ. എന്നെ കൈവിടരുത്. ഞാൻ വിവാഹിതനാണെന്ന കാര്യം മറക്കരുത്. സമയമധികമായി. മഞ്ചൽക്കാർ കാത്തു നിൽക്കുന്നു. വരൂ, പുറപ്പെടാം. അല്ല, നീയാണോ? എന്താ മനസ്സിലായില്ലേ? നിന്നോട് ആര് പറഞ്ഞു കറ്റമതിക്കാൻ? അതിനോട് വേറെ പെണ്ണുങ്ങളില്ലേ? വെറുതെ ഉണ്ടുറങ്ങി കഴിയല്ലേ? വല്ല ജോലിയും വേണ്ടേ? ഞാനിങ്ങനെ തന്നെ കഴിഞ്ഞോളാം. ഇതാ, ഇപ്പോഴത്തെ ഈ ബഹളങ്ങളെല്ലാം തീർന്നാൽ ഈ വീട്ടിനകത്ത് സന്തോഷവും വികാരവും എപ്പോഴും നിറഞ്ഞു നിൽക്കും. ചിരിക്കൂ, ചിരിക്കൂ. അമ്പാടി മോൻ എവിടെ? അവൻ ഉണ്ണിച്ചാറുടെ കൂടെ ഉണ്ട്. എന്റെ അമ്പാടിയുടെയും കാര്യം പോട്ടെ, ഒരേ ഒരു അനിയത്തിയല്ലേ ഉള്ളൂ. അതെ, അതിന് ഒന്നുമില്ല അല്ലേ? ഉണ്ണിച്ചാർ പ്രായമായി നിൽക്കുന്നു. ആ കാര്യമെങ്കിലും ഓർക്കാത്തത് സങ്കടമാണ്. ശരിയാണ്. വിവാഹത്തിന്റെ പ്രായം കഴിഞ്ഞു അവൾക്ക്. അത് ഉടനെ നടത്തണം. എനിക്കൊരാഗ്രഹം തോന്നുന്നു. എന്റെ ഉറ്റ ചങ്ങാതി പയ്യമ്പള്ളി ചന്തു നമുക്ക് പറ്റിയ ബന്ധുവും അനിയത്തിക്ക് ചേർന്ന വരനുമാണ്. ചന്തുവിനോട് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ? ഉണ്ണിച്ചാറയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിലും. പയ്യമ്പള്ളി ആരാണ് ഇഷ്ടപ്പെടാത്തത്? അവൾ 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 മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നു. ആരെ? ആരെ? പയ്യനാടൻ ചുണ്ടൻ നമ്പ്യാർ. എന്നെ കൊല്ലാൻ മുതിർന്ന എന്റെ ബദ്ധശത്രുവിനെ, എന്റെ ഏട്ടനെയും എന്നെയും ഈ തറവാടിനെയും അവമാനിച്ച ആ വഞ്ചകനെ എന്റെ പൊന്നനിയത്തി സ്നേഹിക്കുകയോ? ഉണിച്ചാറേ, അല്പേ ഒന്ന് കടിക്കല്ലേ? ഉണിച്ചാറേ, എന്നെ ഓർത്തെങ്കിലും. എന്താ ചെറിയേട്ടാ? എടി, തറവാടിന്റെ മാനം കാട്ടുന്ന നീ എന്ന സഹോദരിയോ? വലിയൊരു വരിക്കച്ചക്ക നമ്മുടെ മാടമ്പിലാവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു സൂക്ഷിച്ചതാ. ഞാൻ ഇതിന്റെ മേലെ പണ്ടിനാലെ കണ്ണു വെച്ചിട്ടുള്ളവനാ. എന്തിനാ? എടി, ആ തച്ചോളി തമ്പുരാന്റെ അമ്പാടി കുഞ്ഞ്. പക്ഷെ ഒരു കാര്യം, ഇത് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും. 2 ദിവസം കഴിഞ്ഞ് ഓണമല്ലേ, നമുക്ക് ഒന്നിച്ചു പൊക്കളെ. 5-6 ഓണത്തിന് എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇത്തവണത്തെ ഓണത്തിന് നിന്നെ കണിശമായിട്ട് ഞാൻ കൊണ്ടുപോവാ. അയ്യോ, ചക്ക നല്ലോണം പഴുത്ത്. എന്നാലേ നമുക്ക് തുണ്ടം തുണ്ടമായിട്ട് മുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് ഓരോന്ന് കൊടുക്കാം. കൂട്ടുകാർക്കോ? എന്നെ കൊണ്ടൊക്കില്ല. ഞാൻ ഈ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നീ അങ്ങനെ പറയരുത്. ഞാൻ തരൂല്ല. ഞാൻ കൊടുക്കില്ല. അമ്പാടിക്കുഞ്ഞ് അച്ഛനെ പോലൊരു വീരനായ വളർന്നു. ഗുരുക്കളുടെ അനുഗ്രഹം മാത്രം മതി. അവൻ നന്നായി വരും.
വലത്തുനേരെ, ഇടത്തുനേരെ, വലത്തുനേരെ. ഇനി അമ്പാടി. വലത്തുനേരെ, ഇടത്തുനേരെ, വലത്തുനേരെ. തിരുത്തി, വീതിരുത്തി, മറഞ്ഞിരുത്തി, നിവർന്ന്. വല്ലാത്ത അവമാനമായി നയനാരെ ഇവറ്റകളെ കൊണ്ട്. ആരെ കൊണ്ട്? കാവിലെ ഉത്സവം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നടത്താത്തത് കൊണ്ട് കതിരൂർക്കാരും കൂട്ടരും നയനാരെ അങ്ങ് പരിഹസിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ അമ്പൂനൊരു. ശരിയാ, പക്ഷെ ആനയെ ഇരുത്തണ്ടേ? ആനയെ കിട്ടാതെ എങ്ങനെ ഉത്സവം നടത്തുക? അത്രേ ഉള്ളോ? പിന്നെ തമ്പുരാന് എന്താ ചന്തു? തിരിച്ചു വാരി വാരി തലക്ക് ഉടച്ച് വാരി മറുവാരി, തല ഉട വാരി മറുവാരി, തലക്ക് ഉടച്ച് വാരി മറുവാരി, തലക്ക് ഉടച്ച് തലക്ക് അമരമ്മന ഘടകം, അമരമ്മന ഘടകം തലൂറ്റി വലത്തെ രോദിരം എടുത്തു വെച്ച് ഘടകം കൂട്ടി വീടെടുത്ത് ചെല്ലിക്ക് അര നീട്ടി വെട്ടിയാണിച്ച് നീട്ടി കൈക്ക് കുറച്ച് മലയാളം അടുത്ത് നീട്ടി വെട്ടിയാണിച്ച് ചേർത്ത് കത്തി കത്തി ചേർത്ത് ചാടി അടുപ്പം കണ്ട് ചാടി പോലെ ചാടി അടിവാൾ പൊങ്ങി അമർ വീശിട്ട് അമർ ഗജമുഖം കണ്ട് ആഞ്ഞു വെട്ടി മാറി. പിന്നെയും കരയാൻ തുടങ്ങി. ഉണ്ണിച്ചാറ്, ഈ കണ്ണീരും കയ്യുമായി എത്ര നാൾ കഴിയും? ഇതാണ് ഒരു കുലമങ്കയുടെ കരുത്ത്. എന്തും ഞാൻ സഹിക്കാം, സഹിച്ചു. പക്ഷെ എന്റെ കയ്യിൽ നിന്നും പാല് വാങ്ങി കുടിച്ച് മാത്രം പുറത്തിറങ്ങാറുള്ള എന്റെ പൊന്നേട്ട് ഇന്നെന്നോട് മിണ്ടുന്നത് പോലുമില്ലല്ലോ ഏട്ടത്തി. ഈ മഹാഭാവിയായി ഞാൻ ജീവിക്കരുത്. അങ്ങനെ പറയരുത്. നോക്കിയാലോ കളരിന്ന് കുറുക്കൾ എനിക്കെന്ന വാള്. എളമ്മ നോക്കി. എളമ്മ കരയാണോ? അയ്യേ അയ്യേ. എന്താ നിന്റെ അച്ഛൻ ഇളയമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങിച്ചു കുടിക്കുന്നില്ല, അതുകൊണ്ടാ കരയുന്നേ. ആഹാ, അച്ഛനങ്ങ് വരട്ടെ. ഞാൻ എളമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിപ്പിക്കല്ലോ, ഒരിക്കലല്ല 100 തവണ. കേട്ടോ ഉണ്ണിച്ചാർ, എന്റെ മോനെ, ഈ വേദനയിൽ എനിക്ക് ആശ്വാസം എന്റെ പൊന്നുമോൻ മാത്രമാണ്.